കുവൈറ്റ് ദുരന്തം നമ്മളെല്ലാവരെയും ഞെട്ടിച്ച് വേദനയിലാഴ്ത്തിയിരിക്കുകയാണ്. എങ്കിൽ പോലും ഇന്നത്തെ മനോരമ കണ്ടപ്പോൾ കുഞ്ചുകുറുപ്പേട്ടൻ പറഞ്ഞത് കേട്ട് എനിക്ക് ചിരി വന്നുപോയി. എന്താണെന്നല്ലേ, കഞ്ഞിയിൽ പാറ്റ വീണു, പാറ്റ കയറി എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ വണ്ടി കയറുന്നത് ഇതാദ്യമാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞത് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടാണ് ഞാൻ എൻ്റെ ശൈലിയിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ നമ്മുടെ ഉച്ചക്കഞ്ഞിയിൽ ഇലക്ട്രിക് വണ്ടികൾ കയറുന്നു. അതാണ് എന്നെ, അതായത് അദ്ദേഹത്തിൻ്റെ ധ്വനി, കുഞ്ചുകുറുപ്പേട്ടൻ്റെ ധ്വനി, അതെന്നെ നന്നായി രസിപ്പിച്ചു. എന്തൊരു അഹങ്കാരമാണ് ഈ ഗവൺമെന്റ്! കിട്ടിയ അടി കൊണ്ടൊന്നും ഈ ഗവൺമെന്റ് ഒരു പാഠം പഠിച്ചില്ല എന്നതിൻ്റെ തെളിവാണ് ഉച്ചക്കഞ്ഞിക്ക്. കഴിഞ്ഞ പോയ വർഷങ്ങളിലെ കാര്യം നമുക്കറിയാം. ഉച്ചക്കഞ്ഞി ഒരു കീറാമുട്ടിയായി കിടക്കുകയാണ്. പ്രധാനാധ്യാപകർ സ്വന്തം പോക്കറ്റിൽ നിന്നെടുക്കുക, അവർ പിരിവ് നടത്തി പണം കണ്ടെത്തുക, അതുപോലെ തന്നെ രക്ഷാകർതൃ സമിതിയെ കൊണ്ട് പിരിവ് നടത്തിക്കുക. ഇങ്ങനെ പല മാർഗങ്ങൾ ശ്രമിച്ചിട്ട് അവസാനം എന്താ സംഭവിക്കുന്നത്? പ്രധാനാധ്യാപകരുടെ തസ്തിക ഒഴിഞ്ഞു കിടന്നാലും ആ സ്ഥാനത്തേക്ക് വരാൻ, സാധാരണ നമുക്കറിയാം, പ്രധാനാധ്യാപകരുടെ തസ്തികയിലേക്ക് വരാനും അങ്ങനെ റിട്ടയർ ചെയ്യാനും താല്പര്യമുള്ള ഒരുപാട് പേരുള്ളതാണ്. പക്ഷെ ഇപ്പോ സ്കൂൾ തലത്തിൽ ആ തസ്തികയിലേക്ക് വരാൻ പോലും ഭയമാണ് അധ്യാപകർക്ക്. കാരണം എന്താണ്? അവരുടെ തലയിൽ വരുന്ന ഭാരം പണഭാരമാണ്, മറ്റു ഭാരങ്ങളൊന്നുമല്ല. ആ പണഭാരം പേറത്തക്ക അത്ര വലിയ ശമ്പളം ഉള്ളവരല്ല, കിമ്പളം കിട്ടുന്നവരുമല്ല അധ്യാപകർ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഉച്ചക്കഞ്ഞിക്ക് വളരെ നിസാരമായ തുകയാണ് ഒരു കുട്ടിക്ക് ചെലവഴിക്കാൻ നീക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ വില നിലവാരം ഒന്ന് ആലോചിച്ച് നോക്കണം. റിസർവ് ബാങ്ക് ഇന്നലെ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് 8.93% ഭക്ഷ്യവിലപ്പെരുപ്പം. അങ്ങനെ ഭക്ഷ്യവിലപ്പെരുപ്പം ആണ് ഓൾ ഇന്ത്യ തലത്തിലെ ശരാശരി ഭക്ഷ്യവിലപ്പെരുപ്പമെങ്കിൽ കേരളത്തിൽ അതിനേക്കാളൊക്കെ എത്രയോ ഉയർന്നു നിൽക്കും. കാരണം എല്ലാ ഭക്ഷ്യ സാധനങ്ങളും കേരളത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ കുറച്ച് മാത്രമാണ്. മറ്റ് സംസ്ഥാനങ്ങളാണ് നമ്മളെ തീറ്റിപ്പോറ്റുന്നത്, അരി തൊട്ട് എല്ലാ സാധനങ്ങളുടെ കാര്യത്തിൽ. അപ്പൊ ഇവിടുത്തെ ഭക്ഷ്യവിലക്കയറ്റം എന്ന് പറയുന്നത് ഈ 8.93 ഒക്കെ വളരെ ഉയർന്നാണ് ഇരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തില് എന്താണ് ഈ 2016 നിലവിലിരുന്ന സ്ഥിതി അനുസരിച്ച് എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ഉച്ചകഞ്ഞിക്ക്, അതായത് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഉച്ചകഞ്ഞി കൊടുക്കുന്നത് സ്കൂളില്. അപ്പൊ 150 കുട്ടികൾ വരെയാണെങ്കിൽ ഒരു കുട്ടിക്ക് 8 രൂപ വെച്ചായിരുന്നു 2016 മുതൽ നിലവിൽ നിന്ന സമ്പ്രദായം. 151 കുട്ടികൾ മുതൽ 500 കുട്ടികൾ വരെയാണെങ്കിൽ ഉണ്ടെങ്കിൽ, അതായത് കുട്ടികളുടെ എണ്ണം കൂടുമ്പോൾ പെർ ക്യാപിറ്റ ഓരോ കുട്ടിക്കും കിട്ടുന്ന എമൗണ്ട് കുറയും. 7 രൂപ. 150 കുട്ടി വരെ 8 രൂപ കിട്ടും. 151 മുതൽ 500 വരെ കുട്ടികൾ ഉണ്ടെങ്കിൽ 7 രൂപ ഒരു കുട്ടിക്ക് കിട്ടും. 500-ന് മുകളിലാണെങ്കിൽ 6 രൂപയാണ് ഒരു കുട്ടിക്ക് കിട്ടുക. നമ്മൾ ഓർക്കണം, പോഷകാഹാരം കൊടുക്കുക, അതാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. അപ്പൊ അതിലേക്ക് ഞാൻ വരാം. അങ്ങനെയുള്ളതിനെയാണ് മാറ്റി ഈ വർഷം ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ഇപ്പൊ കൊണ്ടുവന്ന പുതിയ നിയമം എന്താണ്? 1 മുതൽ 5 വരെ 6 രൂപ, 5 മുതൽ 8 വരെ 8.17 രൂപ. അതായത് ഈ 3 തരത്തിൽ തിരിക്കുന്നതിന് പകരം 2 തരംതിരിവാണ് ഇവിടെയുള്ളത്. 1 മുതൽ 5 വരെ 6 രൂപ, 5 മുതൽ 8 വരെ 8 രൂപ 17 പൈസ. അപ്പം 8 രൂപ 17 പൈസ എന്നുള്ളത് 8-നും 6-നും ഇടയ്ക്കാണ് കുട്ടികൾക്കുള്ള പൈസ. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത്, ഈ പോഷകാഹാരം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റണം. അതായത് എങ്ങനെയാണ് ഒരു കുട്ടിയുടെ വൈജ്ഞാനിക സമ്പത്ത്, അതായത് ബുദ്ധിശക്തി വളരുന്നത്? ബുദ്ധിശക്തി വളർന്നാലല്ലേ വൈജ്ഞാനിക സമ്പത്ത്, അതുപോലെ സാങ്കേതിക മികവ്, ഇതൊക്കെ കൈവരിക്കാനാകൂ. അതിന് ഗർഭപാത്രത്തിൽ വച്ച് തന്നെ കൊടുക്കണം പോഷക മൂല്യം കുഞ്ഞുങ്ങൾക്ക്. അത് അമ്മ വഴിയായി പ്രസവം വരെയും, പ്രസവിച്ചതിന് ശേഷം മുലപ്പാൽ ഊട്ടുന്ന അമ്മയ്ക്ക് ആ സമയത്ത് നല്ല ആഹാരം, കുഞ്ഞിന് പ്രത്യേകിച്ച് നല്ല ആഹാരം. ആ തരത്തിൽ 5 വയസ്സ് വരെ തുടർച്ചയായ പരിചരണം, പോഷകാഹാര പരിചരണം കിട്ടിയാൽ മാത്രമാണ് കുട്ടിയുടെ ബുദ്ധിയുടെ വളർച്ച നേരെയാകൂ.
അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു നേരത്തെ ഉച്ചക്കഞ്ഞി പോലും, ഒരു നേരത്തെ കഞ്ഞി പോലും നല്ല രീതിയിൽ വീട്ടിൽ കിട്ടാത്ത കുട്ടികളാണ് ഒരുപാട് കുട്ടികൾ സ്കൂളുകളിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, അട്ടപ്പാടിയിലെ മധു ഒരു സ്കൂൾ കുട്ടിയായിരുന്നില്ല, 8ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടിയായിരുന്നില്ല. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് മോഷണം നടത്തിയതും അടിച്ചു കൊന്നതും. അതുപോലെ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ് പേരാവൂർ അടുത്തുള്ള ഒരു മേഖലയില് എന്താണ് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞിരുന്ന ഭക്ഷണ പദാർത്ഥം അവിടെ പോയിരുന്ന ആദിവാസി കുട്ടികൾ പെറുക്കി അരിച്ചെടുത്ത് തിന്നുന്ന അവസ്ഥ ചാനലുകളാണ് കഴിഞ്ഞ വർഷം ബ്രോഡ്കാസ്റ്റ് ചെയ്തത്. അത്രയ്ക്ക് ദുരന്തമാണ് കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ളത് ഭക്ഷണത്തിന്റെ കാര്യത്തില്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത്, അതായത് നമ്മുടെ ഈ ലോകത്തെ ആകെ പോഷകദാരിദ്ര്യമുള്ള കുട്ടികളിൽ 53% ഇന്ത്യയിലാണ്. അത് UN-ന്റെ പഠനമാണ്. അതേ സമയത്ത് കേരളത്തിൽ തന്നെ 23% പേർ കുട്ടികളിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ 23% പേർ എന്താണ് പോഷക ദാരിദ്ര്യമുള്ളവരാണ്. ഇത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ കണ്ടെത്തലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കേരളത്തിലാണ് ഒരു കുട്ടിക്ക് 6 രൂപ മുതൽ 8 രൂപ 17 പൈസ വരെ വെച്ചിരിക്കുന്നത്. പോഷകാഹാരം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്കറിയാം എല്ലാത്തരം പോഷണങ്ങളും ആവശ്യമായി വേണം. അപ്പം ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു കുട്ടിക്ക് ഒരു മുട്ട കൊടുക്കണം എന്ന് വെച്ചാലോ, ഒരു മുട്ടയുടെ വില 6 രൂപയിൽ കൂടുതലാണ് ഇപ്പോഴെന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ ഈ 6 രൂപ പെർ ക്യാപിറ്റ കിട്ടുന്നവർക്ക് കഞ്ഞി, അതിൻ്റെ കൂടെ ചോറ്, അതിൻ്റെ കൂടെ കറി, അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ അത്, അതിൻ്റെ കൂടെ മുട്ട, അതൊന്നും സ്വപ്നത്തിൽ പോലും ഭാവിക്കാവുന്ന കാര്യമല്ല. നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മുടെ കേരളത്തിലെ പല കുടുംബങ്ങളിൽ, ഇപ്പൊ നമുക്കറിയാം കുവൈറ്റിൽ പോയി കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന്. ആ പണം മുഴുവനും അവരവരുടെ വീടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, വീട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള, അതായത് വളരെ തീരെ കുറഞ്ഞ വരുമാനമുള്ള ഒരു വലിയ ജനസമൂഹമുള്ള നാടാണ് കേരളം. ആ നാട്ടിലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അവർക്ക് പോഷകാഹാരം കൊടുക്കുക എന്ന് പറഞ്ഞാല്, അതായത് കോഴി വളർത്തുന്ന വീടുകൾ, ഞാൻ കുടുംബശ്രീയുടെ ഒരു സർവേ നടത്തിയിട്ടുണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സർവേ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, സ്വന്തം വീട്ടിൽ കോഴിയുണ്ട്, പക്ഷേ കോഴിമുട്ട ഒരെണ്ണം പോലും വീട്ടിലെടുക്കില്ല, അത് വിറ്റാണ് മറ്റാവശ്യങ്ങൾ നടത്തുന്നത്. സ്വന്തം വീട്ടിൽ പശുവുണ്ട്, കുടുംബശ്രീ വനിതകൾക്ക് തന്നെ ഞാൻ സർവേ നടത്തിയപ്പോൾ പറഞ്ഞതാണ്, പശുവുണ്ട്, പക്ഷെ ഒരു തുള്ളി പാല് പോലും ഞങ്ങൾ എടുക്കാറില്ല ടീച്ചറെ, അത് മുഴുവനും വിറ്റാണ് വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നതെന്നാണ് പറയുന്നത്. അത്ര സങ്കടകരമായ അവസ്ഥയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് ആരും മറന്നു പോകരുത്. അപ്പോ നമ്മൾ ഇടത്തരക്കാരെന്നൊക്കെ പറയുന്നവരാരും ഇടത്തരക്കാരല്ല, അവരൊക്കെ തന്നെ നിർധനരാണ്. അതുകൊണ്ടാണ് ഈ 62 ലക്ഷം പേർക്ക് റേഷൻ അരി കൊടുക്കേണ്ടി വരുന്നത്, 62 ലക്ഷം പേർക്ക്. അപ്പൊ അങ്ങനെയുള്ള സംസ്ഥാനത്ത് ഈ ഉച്ചക്കഞ്ഞിക്ക് 15 രൂപയെങ്കിലും വകയിരുത്തേണ്ടതാണ്. ഒരു ദിവസം ഒരു മുട്ട കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും മുട്ട കൊടുക്കാൻ സാധിക്കുക, 3 ദിവസമെങ്കിലും ഒരു ഗ്ലാസ് പാല് കൊടുക്കാൻ സാധിക്കുക. അങ്ങനെ പാല് കൊടുക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക, പാലിൽ വെള്ളം ആണ് കൊടുത്തത്, പാല് ടീച്ചേഴ്സ് വീട്ടിൽ കൊണ്ടുപോയി എന്നൊക്കെയുള്ള പരാതികൾ കേൾക്കേണ്ടി വരുന്നത്. അതൊക്കെ ആത്മാർത്ഥതയുണ്ട് എങ്കിൽ ഒരു നല്ല ടീച്ചറിന് ഒരിക്കലും സ്വന്തം കുട്ടികൾക്ക് കൊടുക്കുന്ന പാലിൽ വെള്ളം ചേർക്കാൻ പറ്റില്ല. അതായത് പെറ്റമ്മ വെള്ളം ചേർക്കുമെങ്കിൽ മാത്രമേ അധ്യാപകന് സ്വന്തം സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഭക്ഷണത്തിൽ വെള്ളമോ മായമോ ചേർക്കാൻ പറ്റൂ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ അതായത് 8 രൂപ 17 പൈസയാണ് 8ാം ക്ലാസ് വരെ എത്തുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ മാർജിൻ. അങ്ങനെ കൊടുക്കുന്ന ആ പൈസ, അതായത് അത്ര നക്കാപ്പീച്ചയാണ് ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന എമൗണ്ട്. അതുപോലും അനിശ്ചിതത്വത്തിലാണ് എന്ന് വെച്ചാൽ, അതുകൊണ്ടാണല്ലോ പ്രധാനാധ്യാപകർ കളക്ട് ചെയ്യേണ്ടി വരുന്നതും അവർ ആ സ്ഥാനം ഏറ്റെടുക്കാൻ പോലും വൈമുഖ്യം കാണിക്കുന്നതും. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം ശക്തമായിട്ട് എതിർക്കണം ഇതിനെ. നമ്മുടെ ശബ്ദം ഉയരണം, ഗവൺമെന്റ് കേൾക്കണം, കേട്ടില്ലെങ്കിൽ കേൾപ്പിക്കാൻ നാം ബാധ്യസ്ഥരാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അതായത് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ളത് കേരളത്തിൽ നിന്നാണ്. ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഇന്ത്യയിൽ നിന്നാണ്. ലോക പ്രവാസികളിൽ 22% ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ കേരളത്തിൽ നിന്നാണ്. പക്ഷേ
കേരളത്തിൽ നിന്നുള്ള പ്രവാസികൾ കൂടുതലാണെങ്കിലും 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാരാഷ്ട്രയാണ് പ്രവാസി വരുമാനത്തിന്റെ കാര്യത്തിൽ മുന്നില്. എന്തുകൊണ്ട്? കേരളത്തിൽ നിന്ന് പോകുന്നവർ ഒന്നുകിൽ സെമി സ്കിൽഡ് അല്ലെങ്കിൽ അൺസ്കിൽഡ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സെമി സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ആയിട്ടുള്ളവർ വിദേശത്ത് ജോലിക്ക് പോകേണ്ടി വരുന്നത്? അതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പം. അതാണ് നമ്മുടെ സമ്പദ്ഘടനയുടെ കുഴപ്പം. ഇവിടെ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അവികസിത തൊഴിലാളികൾക്ക് പോലും, അതായത് എന്താണ് പറയുക, സാങ്കേതിക മികവില്ലാത്ത തൊഴിലാളികൾക്ക് പോലും ഇവിടെ തൊഴിലില്ലാത്തത്. അതേ സമയത്ത് അങ്ങനെ അവരെ നല്ലവണ്ണം, അതായത് വിദ്യാഭ്യാസത്തിന്റെ പോരായ്മ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി, വിദ്യാഭ്യാസം എല്ലായിടത്തും ഉണ്ട് 10ാം ക്ലാസ് വരെ പഠിക്കാൻ, അല്ലെങ്കിൽ കോളേജ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാവില്ല. ഏത് തരം, ആ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, അതാണ് പ്രധാനം. അപ്പൊ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും ഒന്നും മാത്രമല്ല, ഈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനിലേക്ക് ചെന്നടുക്കുന്ന കുട്ടികളുടെ ബുദ്ധി സാമർഥ്യം, ആ ബുദ്ധി സാമർഥ്യമാണ് ഞാൻ പറഞ്ഞത്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് മുതലേ കിട്ടുന്ന പോഷക സമൃദ്ധമായ പരിചരണം, അതുകൊണ്ടാണ് കുട്ടികൾ ബുദ്ധിമാന്മാരായി ബുദ്ധിമതികളായി വരുന്നതും അവർ നല്ല രീതിയിൽ എന്താണ് പറയുക, സ്കിൽ നൈപുണിയോടുകൂടി തൊഴിൽ അന്വേഷകരാകുന്നത്. അപ്പൊ അതിനുള്ള അവസരം ഒരുക്കേണ്ട ഒരു ഗവൺമെന്റ് ആണ്. ഞങ്ങൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്താണ്, ഏറ്റവും കൂടുതൽ പേർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നത് കേരളത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തരത്തിലുള്ള കള്ളക്കളികൾ നടത്തുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കുഞ്ചുകുറുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇലക്ട്രിക് വെഹിക്കിൾസ് വാടകയ്ക്കെടുക്കാനല്ല ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി ഫണ്ട് പറഞ്ഞിരിക്കുന്നത്. ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന ഫണ്ട് ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അത് മാത്രവുമല്ല, ആ ഫണ്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ധാർഷ്ട്യം എന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. ഈ കുഞ്ഞുങ്ങൾ, ഈ നാട്ടിലെ ഓരോ കുഞ്ഞിനെയും ഞാൻ എൻ്റെ കുഞ്ഞിനെ പോലെ സ്നേഹിക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ആഹാരം കൊടുത്ത് വളർത്തണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവളായിരുന്നു ഞാൻ. അതിനുവേണ്ടി അധ്വാനിക്കുന്നവളായിരുന്നു ഞാൻ. അതുപോലെ തന്നെ ഈ നാട്ടിലെ ഓരോ കുഞ്ഞിനും നല്ല ഭക്ഷണം കിട്ടി വളരണമെന്നും ബുദ്ധിപരമായി അവർ മികവ് പുലർത്തണമെന്നും ഉയർന്ന സ്ഥാനങ്ങളിൽ അവർ എത്തിച്ചേരണമെന്നും ഉയർന്ന ജീവിത മാർഗം അവർക്ക് കൈവരിക്കാനാകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു കാരണവശാലും ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഈ ചെറിയ തുക അതിൽ മണ്ണ് വാരി ഇടരുത്. ആ ഫണ്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് വാടകയ്ക്കെടുക്കാനോ എന്തിനുമാകട്ടെ ഉപയോഗിക്കരുത്. മറിച്ച് ആ ഫണ്ട് മാത്രം പോരാ, ആ ഫണ്ടിനോടുകൂടി കൂടുതൽ ഫണ്ട് ചേർത്ത് ഒരു കുട്ടിക്ക് 8.17 രൂപയ്ക്ക് പകരം 15 രൂപയെങ്കിലും ഉച്ചക്കഞ്ഞിക്ക് കൊടുക്കത്തക്ക രീതിയിൽ, അതായത് പാലും മുട്ടയും ഒക്കെ ചേർന്ന ആഹാരം അവർക്ക് കൊടുക്കാൻ, അങ്ങനെ കുട്ടികൾ മിടുക്കരായിട്ട് ആരോഗ്യവാന്മാരായി വരട്ടെ. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ബുദ്ധി കാണൂ. ബുദ്ധിയും ആരോഗ്യവും ചേർന്ന് ഒന്നിച്ചേ പോകാനൊക്കൂ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് വേണം ഈ കാര്യത്തില് ഒരു തീരുമാനമെടുക്കാൻ. വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇതിനു മുൻപ് യാത്ര ചെയ്തതുപോലെ യാത്ര ചെയ്യട്ടെ. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്, പോലീസുകാരന് പ്രതിയെ പിടിക്കാൻ പോകാൻ പോലും വണ്ടിയിൽ പെട്രോൾ ഒഴിക്കാൻ പണമില്ലാതിരുന്ന സംസ്ഥാനമായിരുന്നു കേരളം. ആ കേരളം പെട്ടെന്ന് ഈ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് വേണ്ടി ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് വാടകയ്ക്കെടുക്കുന്ന പരുവത്തിലേക്ക് എത്തിയെങ്കിൽ ധനപ്രതിസന്ധി മറികടന്നു എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പോ അവര് ധനവകുപ്പിൽ നിന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് വേണ്ടി വേറെ ഫണ്ട് എടുത്തു വേണം ഈ അദ്ദേഹത്തിന് വേണ്ടി ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് 14 എണ്ണം വാടകയ്ക്കെടുക്കാൻ. അതല്ലാതെ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന വരവ് വെച്ചിരിക്കുന്ന നക്കാപ്പീച്ചയിൽ നിന്നായിരിക്കരുത് ഈ ഇലക്ട്രിക് വെഹിക്കിൾസിന് വേണ്ടി വാടകയ്ക്കെടുക്കാൻ വേണ്ടി പണം ചെലവഴിക്കുന്നത്.